നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വൺസ് അഗെയിൻ ചാമ്പ്യൻസ് ലീഗിലെ അതിനിർണായകമായ രാത്രികളിൽ ബാഴ്സയുടെ ഡിഫൻഡർമാർ റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുന്നത് ഒരു ആവർത്തിക്കുന്ന കഥയായിട്ട് മാറുകയാണ്. ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പാവ് കുബാർസിക്ക് റെഡ് കാർഡ് കിട്ടിയത് ബാഴ്സലോണക്ക് വമ്പൻ തിരിച്ചടിയായിട്ട് മാറി. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, പലവട്ടം നമ്മളിത് കാണുന്നു. 2024 മൊണോക്കോക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം വന്ന് എറിക്കിന് റെഡ് കാർഡ് കിട്ടി പുറത്തു പോവേണ്ടി വന്നു. അതേ വർഷം തന്നെ PSG കളിക്കുമ്പോൾ അറൗഹോക്കാണ് റെഡ് കാർഡ് കിട്ടിയത്. അറൗഹോ ഇത് ഒരു വട്ടമൊന്നുമല്ല, അറൗഹോക്കാണ് അന്ന് റെഡ് കാർഡ് കിട്ടിയത് PSG കളിക്കുമ്പോൾ. പിന്നെ 2025 ഇതേ കുബാസി ബെൻഫിക്കെതിരെ റെഡ് കാർഡ് വാങ്ങി പുറത്തുപോയി. അതേ സീസണിൽ തന്നെ അറൗഹോ ചെൽസിക്കെതിരെ 2025 അറൗഹോ റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുന്നു. ഇപ്പോഴത്തെ 2026 അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ വീണ്ടും കുബാർസി റെഡ് കാർഡ് വാങ്ങി പോകുന്നു. കുബാർസി അറൗഹോ കുബാർസി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റെഡ് കാർഡ് വാങ്ങുന്ന സെൻറ്റർ ബാക്കുമാർ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വരും മത്സരങ്ങളിൽ തിരിച്ചടി തന്നെയാണിത്. ഇതിൻ്റെ രണ്ടാം പാദ മത്സരത്തിലും കുബാർസി ഉണ്ടാവില്ല. ബാഴ്സ എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. പലപ്പോഴും അതിനിർണായകമായ മത്സരങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ബാഴ്സയ്ക്ക് വരുന്നു, പ്രത്യേകിച്ച് ഡിഫൻസിൽ വരുന്നു. അതിനെ മറികടക്കാനായിരിക്കും ഇനി കോച്ച് ഹാൻസി ഫ്ലിക്കിൻ്റെ ശ്രമം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.